നമ്മൾ ഇന്ന് ആ, കർത്താവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ആണ് നമ്മൾ ഇവിടെ ഒരുങ്ങി വന്നിരിക്കുന്നത്. അതിനായിട്ടാണ് മാത്യു തോമസ് അവരും നമ്മെ സഹായിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിലുടനീളം നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ, അത് ഒരിക്കലും ഒരു വികാരം മാത്രമായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ ഒരുപക്ഷെ ആ ശുശ്രൂഷയെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു ശക്തിയായിരുന്നു കർത്താവിൻ്റെ മനസ്സലിവ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കർത്താവിൻ്റെ തൻ്റെ ഓരോ ശുശ്രൂഷയും താൻ പഠിപ്പിച്ച കാര്യങ്ങളും താൻ ഓരോ വ്യക്തികളുടെ അടുത്ത് ഇടപെട്ടതും താൻ പലരെയും സൗഖ്യമാക്കിയതും അതുപോലെ പല അത്ഭുതങ്ങൾ ചെയ്തതുമെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ മനസ്സലിവുള്ള ഒരു ഹൃദയത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് ചാൾസ് സ്പർജൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ദ കമ്പാഷൻ ഓഫ് ജീസസ് ഇസ് ദി വെൽ സ്പ്രിംഗ് ഓഫ് ഓൾ അവർ ഹോപ്പ്. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയുടെ അതിൻ്റെ ഉറവ് എന്നുള്ളത് കർത്താവിൻ്റെ മനസ്സലിവ് ആണ് എന്നുള്ളതാണ്. ആ കർത്താവിൻ്റെ മനസ്സലിവ് എന്ന ഉറവയിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും ഉള്ള പ്രത്യാശ, ഒരു പുതിയൊരു ഹോപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. മദർ തെരേസയോട് ഒരു വ്യക്തി ചോദിച്ചു, എന്താണ് കമ്പാഷൻ എന്ന് ചോദിച്ചപ്പോൾ മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് മനസ്സലിവ് എന്താണ് എന്ന് കാണണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കണം. എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹം പ്രവൃത്തി തലത്തിൽ കാണുന്നതാണ് മനസ്സലിവ് എന്ന് അങ്ങനെ മദർ തെരേസ പറയുകയുണ്ടായി. ഞാൻ ഇതിനെക്കുറിച്ച് അധികം കൂടുതലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മാത്യു തോമസ് വാരൻ നമുക്ക് വളരെ വിശദമായിട്ട് കർത്താവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് ഈ സമയത്ത് പങ്കുവെച്ച് നൽകുന്നതായിരിക്കും. ഈ സമയത്ത് ഈ സെഷൻ കൈകാര്യം ചെയ്യുവാനായിട്ട് മാത്യു തോമസ് വാരനെ സ്വാഗതം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ എനിക്കിങ്ങനെ ഒരു വിഷയം തന്ന സഹോദരന്മാർക്ക് നന്ദി പറയുന്നു. ഈ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിച്ച സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജോഷുവ ബ്രദറിനെ ഓർത്തും നന്ദി പറയുകയാണ്. നല്ലൊരു ഇൻട്രഡക്ഷൻ തന്നു. വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് അത് എനിക്കും തീർച്ചയായിട്ടും എളുപ്പമായി. ചില സമയത്ത് ഈ പ്രോഗ്രാമിലെ വിഷയങ്ങളുടെ ടൈറ്റിൽ തന്നെ ഓർത്തിരുന്ന് പറയാനായിട്ട് വിഷമമാണ്. എന്നാൽ ഇന്നത്തെ വിഷയം വളരെ ലളിതമായ ഒരു വിഷയമാണ്. കർത്താവിൻ്റെ മനസ്സലിവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ വിഷയം. കർത്താവിൻ്റെ മനസ്സലിവ് വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ, പ്രവർത്തനങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ജീവിതത്തിൽ ഉത്സാഹമാണ്. നമുക്ക് ദൈവത്തോടുള്ള ബഹുമാനം, ആദരവ് വർദ്ധിക്കും. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് താഴ്മയുണ്ടാകും. ആ നിലയിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് താഴ്മയ്ക്കും ഒക്കെ കാരണമാണ്. എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ചില പ്രത്യേകതകളാണ് സർവജ്ഞാനം, സർവസാന്നിധ്യം, സർവശക്തി. ആ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ നാം ശ്രദ്ധിച്ചാൽ അത് ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതകളാണ്. ദൈവത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് പകർന്നു കിട്ടാത്ത, മനുഷ്യന് ഷെയർ ചെയ്യാൻ സാധിക്കാത്ത സ്വഭാവ സവിശേഷതകളാണ്. എന്നാൽ മനസ്സലിവ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിലെനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്തത്, അല്ലെങ്കിൽ കേൾവിക്കാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ
നമ്മെ ഇതിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബൈബിളിന്റെ ആഹ്വാനവും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് ഈ മനസ്സലിവ് അല്ലെങ്കിൽ കമ്പാഷൻ എന്നുള്ള ഈ വാക്ക് എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ കമ്പാഷൻ അല്ലെങ്കിൽ മേഴ്സി, ദയ, കരുണ, കാരുണ്യം, ദയ തോന്നുക അല്ലെങ്കിൽ സഹതാപം കാണിക്കുക, ഇങ്ങനെ പല അർത്ഥങ്ങൾ അതിലുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരർത്ഥം ജോഷു പറഞ്ഞ കാര്യവുമായിട്ട് അത് വളരെ ചേർന്ന് വരുന്നു. ലവ് ഇൻ ആക്ഷൻ. മറ്റൊന്ന് അതേഴ്സ് പെയിൻ ഇൻ മൈ ഹാർട്ട്. മറ്റുള്ളവരുടെ വേദന എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. അതേഴ്സ് പെയിൻ ഇൻ മൈ ഹാർട്ട്. വേറൊന്ന് ലവ് അല്ലെങ്കിൽ കമ്പാഷൻ ഇൻ ആക്ഷൻ. ഈ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ്, ആക്ഷനിലേക്ക് എത്തിക്കുന്നതാണ് വാസ്തവത്തിൽ മനസ്സലിവ് എന്ന് പറയുന്നത്. പറഞ്ഞു കരുണ, ദയ, സ്നേഹം, കാരുണ്യം, സഹാനുഭൂതി, അയ്യോഭാവം ഒക്കെ നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങളായിട്ട് പറയാം. അല്പം കൂടെ ശ്രദ്ധിച്ച് നാം ഈ വാക്കിനെ പഠിക്കുമ്പോൾ മൂലഭാഷയിലേക്ക് പോവുകയാണല്ലോ ചെയ്യുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമം എഴുതിയ, പ്രധാനമായും പുതിയ നിയമത്തിലെ ഭാഗങ്ങൾ എഴുതിയ യവന ഭാഷ നാം പരിശോധിക്കുമ്പോൾ അവിടെ മനസ്സലിവ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്പ്ലഗ് സ്നി സോമായി, ഒറ്റ വാക്കാണ്. സ്പ്ലഗ് സ്നി സോമായി എന്നുള്ളൊരു വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മുടെ ഒരു വ്യക്തിയുടെ അടിവയറ് മുതൽ നെഞ്ചു വരെ ആകെ ഒരു അസ്വസ്ഥത, വേദന, നിലയ്ക്കാത്ത, ഞങ്ങളൊക്കെ കാളൽ എന്ന് പറയും, വയറ്റിൽ നിന്നൊരു കാളൽ എന്ന് പറയും, ഒരു വലിയ കാളല്, ശരീരത്തിന്റെ ആന്തരാവയവങ്ങളൊക്കെ വിറയ്ക്കുന്നതായിട്ടും ഇളകുന്നതായിട്ടുമുള്ള ഒരു അനുഭവം. ഇതാണ് മൂലഭാഷയില് ഈ വാക്കിന്റെ വിശദീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒട്ടും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു വേദന, അസ്വസ്ഥ ഉണ്ടാവാറുണ്ട്. വരുന്ന അതല്ല, നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യോടെ പിടികൂടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തലകർക്കുണ്ടാകാം, മൊഹാലിസ്യം ഉണ്ടാകാം. പക്ഷെ ഇതങ്ങനെയല്ല. മറ്റൊരാളുടെ വേദന കേട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ്. പഴയ നിയമത്തിലെ വാക്ക്, എബ്രായ ഭാഷയിലെ വാക്ക്, അതിന്റെ ഉച്ചാരണം കൃത്യമായിട്ട് അറിയില്ല, രഹം, രഹ്മ അല്ലെങ്കിൽ രച്ചം എന്നൊക്കെ പറയുന്ന ഈ വാക്ക് ഗർഭകാലത്തുണ്ടാകുന്ന പ്രയാസത്തെ സംബന്ധിച്ചാണ്. പറയാം, നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ ഒക്കെ നമുക്കറിയാം, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ വയറിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, ഹൃദയം വരെ എത്തുന്ന അസ്വസ്ഥത, ഒരു സ്ഥലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത് ഹൃദയം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എന്ന്. എപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്? മറ്റൊരാളുടെ വേദന കാണുമ്പോൾ, വിഷമം കാണുമ്പോൾ. ലത്തീൻ ഭാഷയിൽ ടു സഫർ വിത്ത് എന്നാണ്. സഹതപിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന ആളോടൊപ്പം നിൽക്കുക, സഹിക്കുന്ന ആളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്ന ഈ സിമ്പതി, ഒരു അയ്യോഭാവം, അതിനേക്കാളും കൂടിയൊരവസ്ഥയാണത്. ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. അവിടെയൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ ചട്ടുള്ള ആളെ ചട്ടാന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. ഒരു സിമ്പതി പോലും കാണിക്കുന്നില്ലായിരുന്നു. എന്നാൽ സിമ്പതി എന്ന് പറഞ്ഞാൽ അയ്യോ പാവം. ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നപ്പോ കാലിന് മുടന്തുള്ള ആള് ഒരു വടി ഊന്നിപ്പിടിച്ച് ഇറങ്ങാൻ പ്രയാസപ്പെടുന്നു. ഒരു സ്റ്റെപ്പ് വിട്ടുപോയാൽ വീഴാൻ പോകുന്നു. ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ സിമ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാൽ എംപതി എന്ന് പറയുന്നത് അല്പം കൂടെ മെച്ചപ്പെട്ടതാണ്. ടു ബി ഇൻ ദ ഷൂസ് ഓഫ് സംബഡി എൽസ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ വടിയെടുത്ത് താഴത്തെ സ്റ്റെപ്പിലേക്ക് വെച്ചപ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് പോയിട്ട് ഈ മുടന്തനായിട്ടുള്ള ആള് വീഴാൻ പോയപ്പോ അയ്യോ പാപം എന്നുള്ളതിനേക്കാൾ അയ്യോ അത് ഞാനായിരുന്നെങ്കിൽ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് എംപതി എന്ന് പറയുന്ന ഒരു ഭാവം. എന്നാൽ നമുക്ക് പലപ്പോഴും ഇതില്ല. നമുക്കുള്ളത് വെറും പിറ്റിയാണ്. എന്നെ ദയവെന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താണത്?
പ്രയാസമുള്ള ആളെ അകലെ നിന്ന്, ദൂരെ നിന്ന്, ഉയരത്തിൽ നിന്ന് നോക്കി കാണുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ വയറുന്നൊരു മറ്റൊരാളുടെ വേദനയും പ്രയാസവും കണ്ടിട്ട് നിങ്ങളെ വയറുന്ന ഈ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? എനിക്കൊരിക്കലും അങ്ങനെ ഉണ്ടായി. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവിശ്വാസിയാണ്, ഒരു കുടുക്കിൽപ്പെട്ട് ഒരു മഹാപാപം ചെയ്ത് അദ്ദേഹം വലിയ പ്രയാസപ്പെട്ട് ആ കുടുംബത്തിന് തന്നെ വലിയ സങ്കടം വരുന്ന ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയാനിടയായ സമയം. അതുപോലുള്ള അനുഭവം നമുക്ക് എത്രത്തോളം ഉണ്ട്? എനിക്കധികം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞു ലവ് ഇൻ ആക്ഷൻ. മനസ്സിലെന്ന് പറഞ്ഞാൽ ഈ മറ്റേയാളുടെ വേദന കണ്ട്, പ്രയാസം കണ്ട് അയ്യോ കഷ്ടം എന്ന് പറയല്ല. ജോഷുവനെ കുറിച്ച് പറഞ്ഞു ലവ് ഇൻ ആക്ഷൻ. അതിന്റെ അടുത്ത പടിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. കർത്താവ് യേശുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുന്ന കാര്യമാണത്. കർത്താവ് വിശപ്പുള്ളവരെ കണ്ടിട്ട്, രോഗികളെ കണ്ടിട്ട്, ഗൈഡൻസ് ഇല്ലാതെ എന്താണ് ശരി തെറ്റെന്ന് അറിയില്ലാത്തവരെ കണ്ടിട്ട് എല്ലാം കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട്. പാപികളെ കാണുമ്പോൾ എല്ലായിടത്തും കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്, ലോകം തേടുന്നത് അറിവും കഴിവും പ്രശസ്തിയുമാണ് എങ്കിൽ ദൈവം ഭക്തരിൽ തേടുന്നത് മറ്റൊന്നാണ്. മിഖ പ്രവചനത്തിൽ നാം അത് കാണുന്നുണ്ട്. എന്താണ് ദൈവം നമ്മിൽ നിന്ന് അന്വേഷിക്കുന്നത്? 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിട്ടിരിക്കുക, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. അപ്പോ ഈ കൈൻഡ്നെസ് അല്ലെങ്കിൽ ലവിങ് കൈൻഡ്നെസ് അല്ലെങ്കിൽ കമ്പാഷൻ, അതിനെ സ്നേഹിക്കുക, ദയയോട് താല്പര്യമുള്ള ആളായിട്ടിരിക്കുക, ദൈവയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദയുള്ളവർ, മനസ്സലിവുള്ളവർ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഡോക്ടർ പോൾ ടോർണി എന്ന് പറയുന്ന ഒരു വിശ്വാസി, അദ്ദേഹം ഒരു ഡോക്ടറാണ്, സ്വിറ്റ്സർലൻഡിലെ ഒരു ഫിസിഷ്യനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പാസ്റ്ററൽ കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് സൈക്യാട്രി, മാനസിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗികളിൽ 10-9 പേരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് മനസ്സലിവ് എന്ന് പറയുന്നത് അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ മനസ്സലിവ് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ അസുഖം മാറുന്നു എന്നുള്ളതാണ്. വേറൊരു ഡോക്ടർ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഡോക്ടർ കാൾ മെനിഞ്ചർ എന്ന് പറയും. മെനിഞ്ചർ ക്ലിനിക്ക് വളരെ പ്രശസ്തമാണ്. അവിടെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ട്രീറ്റ് വിത്ത് ലവ്, സ്നേഹത്തോടെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോ മനസ്സലിവോടെ, സ്നേഹത്തോടെ രോഗികളോട് ഇടപെടുമ്പോൾ അദ്ദേഹം പറയുന്നത് ക്രിയേറ്റീവ് ലവ് എന്നാണ്. ആ ആശുപത്രിയുടെ ഒരു പോളിസിയാണ് സ്നേഹത്തോടെ ഇടപെടുക. അപ്പൊ അദ്ദേഹം അത് ശീലിച്ചതിന് ശേഷം പറയുന്നത് 50% രോഗികൾ അവരുടെ ഡോക്ടറുമായിട്ട് ചെലവഴിക്കുന്ന സമയം 50% കണ്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്നേഹവും മനസ്സലിവും രോഗികൾക്ക് കിട്ടിയപ്പോൾ ഡോക്ടറോട് അവർക്ക് ചെലവഴിക്കേണ്ട, പരാതിപ്പെടേണ്ട, അവരുടെ പ്രയാസങ്ങൾ പറയുന്ന കാര്യങ്ങൾ പകുതി കുറഞ്ഞു എന്നർത്ഥം. നമ്മൾ അടുത്തതായിട്ട് മനസ്സലിവിന്റെ ഉറവിടത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. മനസ്സലിവിന്റെ സോഴ്സ് എന്താണ്? നമുക്കറിയാം, ദൈവത്തിന്റെ പ്രകൃതം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മനസ്സലിവ് എന്നുള്ളതാണ്. ദൈവം ആര് എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ്. അല്ലെങ്കിൽ മനുഷ്യന് സ്നേഹം അല്ലെങ്കിൽ മനസ്സലിവ് അല്ലെങ്കിൽ ആർദ്രത, കരുണ ആവശ്യമുണ്ടോ എന്നുള്ളതല്ല, ദൈവം അങ്ങനെയാണ് എന്നുള്ളതാണ്. പുറപ്പാട് 34:6 നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ മാറ്റമില്ലാത്തൊരു പ്രത്യേകതയാണ് മഹാദയ എന്നുള്ളത്. 103-ാം സങ്കീർത്തനത്തിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹാദയയെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും 14-ാമത്തെ വാക്യത്തിൽ പറയാണ് ദൈവത്തിന് നമ്മുടെ പ്രകൃതം, നമ്മുടെ ബലഹീനത, നാം പൊടിയാണ് എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം എന്നുള്ളതാണ്.
യെശയ്യാവിന്റെ പുസ്തകം 49:15 ഇങ്ങനെ കാണുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? നമുക്കറിയുന്ന വാക്യമാണ്. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന്റെ മനസ്സലിവിനെ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നാം ഒരു അമ്മയുടെ സ്നേഹമല്ല, അവർ മറന്നാലും എന്നാണ്, അമ്മയുടെ സ്നേഹത്തെക്കാൾ ഉന്നതമായ 103 സങ്കീർത്തനത്തിൽ നാം വായിച്ച പിതാവിന്റെ മനസ്സലിവിനേക്കാൾ സ്നേഹത്തെക്കാൾ ഉന്നതമായ, അപ്പോൾ അപ്പന്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഒക്കെ കമ്പാഷനേക്കാളും മനസ്സലിവിനേക്കാളും ഉയർന്ന മനസ്സലിവാണ് ദൈവത്തിനുള്ളത്. 78 സങ്കീർത്തനത്തിന്റെ 37-39 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇസ്രയേലിന്റെ മത്സരത്തെക്കുറിച്ചാണ് കാണുന്നത്. പക്ഷേ ദൈവം തന്റെ കരുണ കൊണ്ട് ഈ മത്സരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ നശിപ്പിക്കാതെ ദൈവം നിലനിർത്തുകയാണ്. ആവർത്തന പുസ്തകം 10:18-19 അവിടെ ദൈവത്തിന്റെ മനസ്സലിവും കരുണയും ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, അനാഥരോട്, വിധവമാരോട് അവരോട് ന്യായം നടത്തുന്നു. അതുപോലെ പരദേശിയെ ദൈവം സ്നേഹിക്കുന്നു, അവൻ അന്നവും വസ്ത്രവും കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് പരദേശിയെ സ്നേഹിക്കണം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, ഭായിമാരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്. നമ്മുടെ ചിലരുടെയൊക്കെ മക്കളും ഇതുപോലെ പരദേശികളായിട്ട് അന്യദേശത്തുണ്ട്. ഭായിമാരെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ അവരെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവം അങ്ങനെ സ്നേഹിക്കുന്നവനുമാണ്. വീണ്ടും ദൈവത്തിന്റെ ഈ മനസ്സലിവിനെ കുറിച്ച് ചില വാക്യങ്ങളിലൂടെ, പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 135 സങ്കീർത്തനത്തിൽ തന്റെ ദാസന്മാരോട് സഹതപിക്കുന്ന ദൈവം എന്ന് നമ്മൾ കാണുന്നു. മിസ്രയീമിലെ അടിമവേല, അവിടെ നെടുവീർപ്പിട്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ മക്കളെ ദൈവം കടാക്ഷിച്ചു എന്ന് നമ്മൾ പുറപ്പാടിന്റെ 2-ാമത്തെ അധ്യായത്തില് 23-25 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഗോഡ് ടുക്ക് നോട്ടീസ്, ദൈവം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പ്രവർത്തനം മുഴുവൻ നമ്മൾ കാണുമ്പോൾ മനസ്സലിഞ്ഞു, ശ്രദ്ധിച്ചു, അവരെ കണ്ടു. മറ്റാളുകളൊന്നും കണ്ടില്ല, പക്ഷെ കർത്താവ് കണ്ടു. വിലാപങ്ങൾ നാം കാണുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. കർത്താവിന്റെ ദയ, അതിന് പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, അപ്പൊ ഇവിടെ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകത്തില് ദയ, കരുണ എന്ന് നമ്മൾ കാണുന്ന വാക്കുകൾ ലവിങ് കൈൻഡ്നെസ്, അതുപോലെ കമ്പാഷൻ, ഈ 2 വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലവിങ് കൈൻഡ്നെസ്, കമ്പാഷൻ. പഴയ നിയമത്തിലെ മനസ്സലിവിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രമുഖമായിട്ടുള്ള വാക്കാണ് പ്രിയപ്പെട്ടവരെ ലവിങ് കൈൻഡ്നെസ് എന്നുള്ളത്, ദയയോടുകൂടെയുള്ള സ്നേഹം. എബ്രായ ഭാഷയിലെ ഹെസദ് എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ള വാക്കാണ്. R.C. സ്പ്രൗൾ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ നമുക്കറിയാം. അദ്ദേഹം 6 വർഷമാണ് ഗ്രീക്ക് ഭാഷ പഠിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് എബ്രായ ഭാഷ പഠിക്കാൻ അധികം ഒരു സെമസ്റ്ററാണ് കിട്ടിയത്. അതിൽ പക്ഷേ പകുതി സമയം അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് അത് പഠിക്കാൻ സാധിച്ചില്ല. നെതർലൻഡ്സിൽ നിന്ന് അദ്ദേഹം തിയോളജി പഠിച്ച് മടങ്ങുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വെയിറ്റ് അധികമായതിന്റെ പേരിൽ അദ്ദേഹം മാറ്റിവെച്ചത് ഹീബ്രു ബൈബിളാണ്. അങ്ങനെ എബ്രായ ഭാഷ എനിക്ക് അധികം അറിയില്ല എന്ന് പറയുന്ന R.C. സ്പ്രൗൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, ഞാൻ എബ്രായ ഭാഷയിലെ ചില വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ച് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റിയ വാക്ക് ഹെസദ് എന്നുള്ള വാക്കാണ്. ലവിങ് കൈൻഡ്നെസ്, ദൈവത്തിന്റെ ദയയോട് കൂടെയുള്ള സ്നേഹം. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സകല ആശയങ്ങളും അത് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വാക്കാണ് ഹെസദ് എന്നുള്ള വാക്ക്. അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സെൻട്രൽ ടു ദ എൻറ്റയർ ഐഡിയ ഓഫ് ഗോഡ്സ് ലവ്. എല്ലാ ആശയങ്ങളും, ദൈവസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും ഹെസദ് എന്നുള്ള വാക്കിൽ പൂർണ്ണമായി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വാക്ക് വിശദീകരിക്കാൻ ഏറ്റവും പറ്റിയ പുസ്തകമാണെന്ന് നമുക്കറിയാം ഹോശേയയുടെ പുസ്തകം. ഹോശേയ
അത് 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം മത്തായിയിൽ ആ 9:13 കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. ഈ കാര്യം പോയി പഠിക്കാനാണ് കർത്താവ് പറയുന്നത്. ഈ കരുണ അല്ലെങ്കിൽ ദയ, സ്നേഹം, മനസ്സലിവ്, നമ്മൾ പറഞ്ഞ ഹെസദ്, ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്നാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവര് മിസ്രയീമിൽ മുതൽ അവർ പോരുന്ന സമയത്ത് ദൈവം അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ ദൈവം. എന്നാൽ നാം ശ്രദ്ധിച്ച ഹോശേയയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വരുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അവിടെ യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയവുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുടിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. ഹോശേയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ വീണ്ടും 5-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും, വീണ്ടും ഞാൻ നിന്നെയും ത്യജിക്കും, നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. തുടക്കത്തിൽ നാം കേട്ടത്, ഞാൻ നിന്റെ ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ദൈവം അവരുടെ മക്കളെ മറക്കും എന്നാണ് പറയുന്നത്. ദൈവം അവരോട് പിണക്കത്തിലാണ്. നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഹോശേയ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ. നോക്കൂ, ഒരു സത്യപ്രവാചകന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ആയിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ഒരിക്കലും ഒരു വേശ്യാസ്ത്രീയെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പരസംഗത്തിൽ ജനിച്ച മക്കൾ കൂടി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ചില വ്യാഖ്യാതാക്കള് അതിനെ വിശദീകരിക്കുന്നത്, പരസംഗത്തിൽ ജനിച്ച മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പരസംഗം ചെയ്യാൻ താല്പര്യമുള്ള, അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള സ്ത്രീ എന്നെടുത്താൽ മതി, അങ്ങനെ ആ വാക്കിനെ വ്യാഖ്യാനിക്കാമെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം മക്കളുണ്ട്, വീണ്ടും പിന്നീടുണ്ടായ മക്കളുടെ പേര്, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നു. പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോൾ, ഗോമറിനെ പരിഗ്രഹിച്ചു, ഇസ്രയേൽ എന്ന് ദൈവം വിതയ്ക്കും, ഇസ്രയേൽ ഗ്രഹത്തിന്റെ രാജ്യത്വം ഇല്ലാതെയാകും. 1-ാമത്തെ മകൻ വീണ്ടും ഗർഭം ധരിച്ച് ലോ റൂഹമ, കരുണ ലഭിക്കാത്തവൾ, ഇനി കരുണയില്ല. അതിനുശേഷം 9-ാം വാക്യത്തിൽ വീണ്ടും എന്റെ ജനമല്ല എന്നർത്ഥമുള്ള ലോ അമ്മി ജനിക്കുന്നു. 10-ാം വാക്യത്തിൽ എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും, നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തില് അമ്മി എന്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രുഹമ, കരുണ ലഭിച്ചവൾ എന്നും പേര് വിളിക്കുവൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2-19 വളരെ പ്രശസ്തമായിട്ടുള്ള വാക്യമാണ്. അവിടെ നാം കാണുന്നു, വ്യഭിചാരിയെങ്കിലും സദാകാലത്തേക്കും വിവാഹം. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് യഹോവ കൽപ്പിച്ചു. അപ്പോൾ ഇസ്രയേൽ ജനം ആത്മീക വ്യഭിചാരം ചെയ്ത് സത്യദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ പിന്നെയും ചെന്ന് സദാകാലത്തേക്കും ഭാര്യയായി വെക്കുവാൻ തക്കവിധം ദൈവം സ്നേഹിക്കുകയാണ്. അതിന് ഹോശേയയുടെ ഈ ജീവിതത്തിലെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കർത്താവ് അത് വ്യക്തമാക്കുകയാണ്. ഈ നാം വായിച്ചു, പിന്നെയും ചെന്ന് അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ആ സ്ത്രീയെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു വലിയ വില കൊടുക്കണം. അതാണ് പൗലോസ് പറയുന്നത്,
നിങ്ങളെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നു എന്നാണ്. റോമാലേഖനം 8:31 നാം കാണുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആരാണ് പ്രതികൂലം? പ്രിയപ്പെട്ടവരെ, 2000 വർഷത്തെ ക്രിസ്തീയ ചരിത്രത്തിൽ ഭക്തരെ ഏറ്റവും കൂടുതൽ അവരെ ചലഞ്ച് ചെയ്ത ഒരു ആശയമാണത്, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെയെങ്കിൽ, ഗോഡ് ഫോർ അസ്, ദൈവം നമ്മോട് കൂടെയെങ്കിൽ. ലാറ്റിൻ ഭാഷയിൽ അത് ഡിയോസ് പ്രോ നോബിസ്, വളരെ ആളുകൾ ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ആദാം തുടങ്ങി ഇന്ന് വരെയുള്ള ചരിത്രം നാം നോക്കിക്കഴിഞ്ഞാൽ ദൈവം എന്നും നമ്മോട് കൂടെയാണ്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ദൈവത്തിന്റെ മനസ്സിൽ ഒട്ടും ഒരിക്കലും വിട്ടുമാറുന്നില്ല, അതെന്നുമുണ്ട്. ആന്ധ്രാപ്രദേശിലുള്ള ഒരു സഹോദരനെ ഒരിക്കൽ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് തമിഴും അറിയാം. അപ്പൊ ഒരിക്കൽ ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മൾ ഓർത്തിരിക്കണം. അദ്ദേഹം യെശയ്യാവ് 54:10 എന്നോട് പറഞ്ഞു, ഇത് മറന്നു പോവും, അതുകൊണ്ട് ഒരു പാട്ടായിട്ട് പഠിച്ചു വെക്കണം എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് അത്രയധികം പാട്ട് പാടാൻ അറിയില്ലെങ്കിലും അന്നത് പഠിച്ചത് വളരെ പ്രയോജനപ്പെട്ടു. അവിടെ അങ്ങനെയാണത് പാടുന്നത്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയുമില്ല എന്ന് നിന്നോടു കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 54:10 അരുളി ചെയ്യുന്നു. അധികം പാട്ടോടെ അറിയില്ല, പക്ഷെ ഈ വാക്യം പാട്ടായി പാടി ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ മനസ്സലിവ് ഒരിക്കലും മാറിപ്പോകുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ ആശ്വാസം കൊണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അങ്ങനെയാണ്. ആദമേ നീ എവിടെ എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്ന കർത്താവ് ഇന്നും മനസ്സലിവുള്ളവനാണ്. അവിടുത്തെ മനസ്സലിവിന് മാറ്റമില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ തുടർന്ന് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ മനസ്സലിവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മനസ്സലിവിന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു മനസ്സലിവിന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്ന ദൈവമാണ്. എന്നാൽ അത് നമ്മുടെ മുൻപിൽ മനസ്സലിവ് പ്രദർശിപ്പിച്ച് അതിൻ്റെ മാതൃകകൾ നമ്മുടെ മുൻപിൽ കാണിച്ചത് കർത്താവ് യേശുവാണ്. മത്തായിയുടെ സുവിശേഷം 9:36 യേശു മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇടയനില്ലാത്ത ആടുകളെ കുറിച്ച് നമുക്കറിയാം. കുഴഞ്ഞവരും ചിന്നിയവരും എന്നാണ് ജനത്തെക്കുറിച്ച് പറയുന്നത്. ധാരാളം സഹായം ആവശ്യമുണ്ട്. ഈ ആട് വീണ് കഴിഞ്ഞാൽ ചില സമയത്ത് അതിന് തനിയെ എഴുന്നേക്കാൻ സാധിക്കില്ല. ഒരുപാട് സഹായം ആവശ്യമുള്ള, പല കാര്യങ്ങളും അറിയില്ലാത്ത, എപ്പോഴും ഇടയന്റെ കെയർ ആവശ്യമുള്ള ജീവികളാണ് ആടുകൾ എന്ന് പറയുന്നത്. ആടുകളെ കുറിച്ച് ഉള്ള ആ ആവശ്യബോധം മനസ്സലിവ് ഏറ്റവും നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. ഈ മത്തായി സുവിശേഷം 14:14 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് കുഷ്ഠരോഗിയെ തൊടുന്നതാണ് നാം കാണുന്നത്. അപ്പൊ ആ രോഗിയെ കണ്ടപ്പോൾ കർത്താവിന്റെ ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണുന്നത് മനസ്സലിഞ്ഞു എന്നുള്ളൊരു പ്രസ്താവനയാണ്. അവന്റെ മനസ്സലിവ് അവിടെ പ്രദർശിപ്പിക്കുകയാണ്, അതവിടെ വരികയാണ്. അതിന്റെ പ്രവർത്തനമാണ് പിന്നെ വരുന്നത്. കുഷ്ഠരോഗിയെ തൊടുകയാണ്, സൗഖ്യം പ്രാപിക്കുകയാണ്. ആ കുഷ്ഠരോഗിക്ക് എത്ര വലിയൊരു ഡിഗ്നിറ്റി ആയിരിക്കും ലഭിച്ചതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ മനസ്സലിവ് എന്ന് പറയുന്ന വിശ്വാസികളെക്കാൾ ചിലപ്പോൾ അവിശ്വാസികൾക്കുണ്ടാകുമോ എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരിക്കലൊരു വീട്ടിൽ പോയിട്ട്, അദ്ദേഹം വിദേശത്തൊക്കെ പ്രൊഫസറായിരുന്ന ഒരു അവിശ്വാസിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പോരുന്ന സമയത്ത് എൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അദ്ദേഹം അടുത്ത് പറയാണ്, ഐ എം സോറി മിസ്റ്റർ മാത്യൂസ്, ഐ എം സോറി. എനിക്ക് സാറെന്തിനാ സോറി പറയുന്നത്, എൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. അദ്ദേഹത്തിന് സന്തോഷമായി.
അതിനുശേഷം എനിക്കൊരു പ്രയാസമുള്ള സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൺസേൺ, ഒരു കരുതൽ, ഒരു മനസ്സിൽ വിശ്വാസിയല്ല, നമ്മുടെ കർത്താവിന്റെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മൾ പറയും സോപ്പ് സൂപ്പ് സാൽവേഷൻ, ആദ്യം ഭൗതിക കാര്യങ്ങൾ കൊടുക്കുക. പക്ഷെ കർത്താവ് ഈ ജനത്തെ കണ്ടിട്ട് ആദ്യം അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർക്ക് ഇത്തിരി വിശ്രമിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഭൗതികം പിന്നെ ആത്മീകം എന്ന് പറയുമ്പോൾ കർത്താവ് ആദ്യം ഏറ്റവും പ്രധാനമായിട്ട്, കർത്താവിന്റെ പ്രയോറിറ്റി വളരെ ശരിയാണ്. കർത്താവ് നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവിന്റെ ഈ മനസ്സിൽ എത്ര എത്ര വ്യക്തമായിട്ടാണ് നല്ല ശമരിയക്കാരൻ കർത്താവാണെന്ന് നമുക്കറിയാം. നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ എന്താണ് നല്ല ശമരിയക്കാരൻ ചെയ്യുന്നത്? നമ്മുടെ കർത്താവ് ചെയ്തത് അത് തന്നെയാണ്. ആ പ്രശ്നം കാണുന്നു, കണ്ടപ്പോൾ അവിടെ നിന്നു, ശുശ്രൂഷിച്ചു, ത്യാഗപൂർവം ചെയ്യുന്നു, കരുണ കാണിക്കുന്നു, സമയം പണം ചെലവഴിക്കുന്നു, ശ്രദ്ധ, കരുതൽ, എണ്ണയും വീഞ്ഞും എല്ലാം കൊടുക്കുന്നു. ഒരു ബൈബിൾ കോളേജിലെ പ്രസംഗ മത്സരത്തിന് അതിന്റെ ഫൈനലിലെത്തിയ ആളുകള് മത്സരിക്കാനായിട്ട് പോകുന്ന സമയത്ത് മനഃപൂർവ്വം അധികൃതർ ചെയ്ത ഒരു കാര്യം, അന്ന് അവർക്ക് എല്ലാവർക്കും കൊടുത്ത ഒരേ വിഷയമാണ്, നല്ല ശമരിയക്കാരന്റെ ഉപമയാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പൊ അതിലെ എക്സ്പോസ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പം ഇവര് വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരാൾ അങ്ങനെ പരിക്കേറ്റ് അല്ലെങ്കിൽ അവശനായി കിടക്കുന്ന ഒരാള്, ആ വ്യക്തിയെ കാണാതെ ആർക്കും മത്സരത്തിന് വരാൻ സാധിക്കില്ല. പക്ഷെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായ സമയത്ത് എത്തണം മത്സരത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 പേരിൽ 2 പേര് അദ്ദേഹത്തെ മറികടന്ന് പോയപ്പോൾ 3-ാമത്തെ ആള് ശുശ്രൂഷിച്ചു, വൈകിയാണ് ചെന്നത്, കുറച്ചേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അദ്ദേഹത്തിനായിരുന്നു സമ്മാനം. അപ്പോൾ ദൈവം നമുക്ക് സമ്മാനം തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര മനോഹരമായിട്ട് മനസ്സലിവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ എത്രത്തോളം വന്നു എന്നുള്ളത് കർത്താവ് നമ്മൾ ശ്രദ്ധിച്ചാൽ, നയീൻ പട്ടണത്തിൽ ലൂക്കോസ് 7 നമ്മൾ വായിക്കുന്നു, ഏക മകൻ മരിച്ച അമ്മ വിധവയാണ്, മനസ്സലിഞ്ഞു, എന്നിട്ട് പറഞ്ഞു കരയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മനസ്സലിവ് മാത്രമല്ല പ്രവൃത്തിയുമുണ്ട്. ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്നുണ്ട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. അപ്പോൾ പിതാവിന്റെ ഹൃദയം, മനസ്സ് എന്ന് പറയുന്നതാണ് കർത്താവിനുള്ളത്. ലൂക്കോസ് 15 നമ്മൾ നഷ്ടപ്പെട്ട ആട്, ദ്രഹ്മ, മകൻ, അവിടെ നമ്മൾ കാണുന്നത് ഒരു ഇടയനെ കാണുന്നുണ്ട്, അമ്മയെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്, ഒരു പിതാവിനെ കാണുന്നുണ്ട്. ആ ഹൃദയമാണ്, ആ മനസ്സലിവാണ്, ആ ഒരു ശ്രദ്ധയാണ്, ക്ഷമയാണ് നമ്മുടെ കർത്താവിനുള്ളത്. നേരെ നിൽക്കാൻ കഴിയാത്ത 18 വർഷമായിട്ട് സാധിക്കാത്തൊരു സ്ത്രീ, അന്ധരായിട്ടുള്ള ആളുകള്, അപ്പൊ ഇതുപോലുള്ള സംഗതികളെ, കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കർത്താവിന് ആകെ ഒരു അസ്വസ്ഥതയാണ്, ഒരു വിശുദ്ധമായിട്ടുള്ള അസ്വസ്ഥതയാണ്. അത് ആ അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു നന്മയുടെയും സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും കമ്പാഷന്റെയും ഒരു പ്രകടനമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നിപ്പോ അനീതി കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പ്രതിഷേധിക്കുകയാണ്, എതിർക്കുകയാണ്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. അത് നമുക്ക് ക്രൂശിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്, അല്ലെ? ദൈവത്തിന്റെ ദയ, മനുഷ്യപ്രീതി, മനുഷ്യരോടുള്ള പ്രീതി, മനുഷ്യരോടുള്ള സ്നേഹം. ഈ യായിറോസ് കർത്താവിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഗുരുവിനെ അസഹ്യപ്പെടുത്തരുതെന്ന്. ഉറങ്ങുന്നത്രയെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ ഉറങ്ങുന്നത്രേ, ടലീത്ത കൂമി എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ. പിശാച് ബാധിതരെ, സമൂഹം ഭയക്കുന്ന ആളുകളാണ്, കർത്താവ് തൊടുന്നുണ്ട്, കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ, പക്ഷെ പാപത്തോട് കണിശമായ നിലപാടാണ്, മേലിൽ പാപം ചെയ്തതെന്ന് പറയുന്നത്. യെരൂശലേമിനെ നോക്കിയിട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരു ദേശം, ഒരു ജനത, അവർക്ക് വേണ്ടി കർത്താവ് കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് ക്ഷമിക്കുന്നു. കർത്താവിനെ കൊല ചെയ്തവരെ, ഉപദ്രവിച്ചവരെ, അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് നീതി, ന്യായവും എൻ്റെ ഭാഗത്തെ സത്യമൊക്കെ അന്വേഷിക്കുമ്പോൾ താഴ്മയോടെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ബാബുച്ചാൻ ഒരു പ്രസംഗത്തിൽ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, താഴ്മ ശീലിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കുറവില്ലാത്തവരായി ആരുണ്ട്? നമുക്കും ഇല്ലേ ഒത്തിരി പ്രശ്നങ്ങൾ? താഴ്മയോടെ നമുക്കത് പഠിച്ചുകൂടെ? പ്രമേഹം വരുന്നത് വരെ അഹങ്കരിക്കുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരു വീഴ്ച വീണ് വലിയൊരു പരിക്ക് പറ്റി 5 മാസത്തോളം കിടന്ന കിടപ്പായിരുന്നു.
ചില ആളുകളുടെ നടപ്പിനെ കുറിച്ച് ഞാൻ നന്നായിട്ടല്ലല്ലോ, ഭംഗിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ദൈവം ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും മനസ്സലിവും നമ്മൾ പഠിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലാസറിന്റെ വീട്ടിലെ കർത്താവ് കരഞ്ഞു. ജീസസ് വെപ്റ്റ് ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ പദമാണ്. എപ്പോഴും സന്തോഷിക്കുമെന്ന് നമ്മൾ കാണുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഏറ്റവും ചെറിയ പദമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ സഹതപിക്കാൻ സാധിക്കുമ്പോൾ, കരയാൻ സാധിക്കുമ്പോഴാണ് ഈ സന്തോഷം കിട്ടുന്നത്. പഴയ നിയമത്തിൽ 252 കൽപ്പനകളുണ്ടെന്ന് പറയുന്നു. യഹൂദന്മാർ അതിനോട് ചേർത്ത് 613 ആക്കി എന്ന് ഒരു സ്ഥലത്ത് വായിച്ചു. അതിൽ 90 യഹൂദന്മാർ ഉണ്ടാക്കിയ 90 കൽപ്പനകൾ സ്ത്രീകൾക്കെതിരായിട്ടാണെന്ന് പറയുന്നു. കർത്താവ് യേശുക്രിസ്തു ലാസറിന്റെ മരണസമയത്ത് ആ സഹോദരിമാരുടെ വേദന കണ്ടപ്പോൾ കർത്താവ് ജീസസ് വെപ്റ്റ്, യേശു കണ്ണീർ വാർത്തു. ഈ കരയുക എന്ന് പറയുന്നത്, ദുഃഖം വരുമ്പോൾ കരയുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജോലിയായിട്ടാണ് യഹൂദന്മാര് കണക്കാക്കിയത്. അവിടെ ഒരു വേദശാസ്ത്രിയെ പോലെ സർവാധികാരിയായിട്ടുള്ള ദൈവത്തിന് ഇതിനു മുകളിലൊരു പദ്ധതിയുണ്ട് എന്ന് പറയുകയല്ല കർത്താവ് ചെയ്തത്. കർത്താവ് കരഞ്ഞു. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്വാഭാവികമായിട്ട് കരയാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ നമ്മുടെ ഒരു സഭയിൽ സഭായോഗം കഴിഞ്ഞപ്പോൾ ഒരമ്മ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞ് ഒരു വാർത്ത കേട്ട് എല്ലാവരും അവിടേക്ക് ഓടി. അപ്പോൾ ഒരു വലിയ കുളമാണ്, അതിന് ചുറ്റും ജനം നിൽക്കുകയാണ്. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ജീവനുണ്ടെന്നും മരിച്ചെന്നും ചാടരുതെന്നും ഫയർഫോഴ്സ് വരുമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സഹോദരൻ ഒന്നും നോക്കിയില്ല, ചെന്ന പാടെ എടുത്ത് ചാടി നീന്തി ചെന്ന് ആ അമ്മ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നീന്തൽ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്, അഭിപ്രായം പറയാൻ ധാരാളം പേരുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ. 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചു. 5000 എന്ന് പറഞ്ഞാൽ 5000 പുരുഷന്മാർ, ഏകദേശം 20,000 പേരുണ്ട്. എല്ലാ സുവിശേഷങ്ങളും പറഞ്ഞിട്ടുള്ള കർത്താവ് ഏറ്റവും അധികം ആളുകളെ പോഷിപ്പിച്ച ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. 34-ാം വാക്യത്തില്, ലൂക്കോസ് 6-ന്റെ 34-ാം വാക്യത്തില് കർത്താവ് ശിഷ്യന്മാരോട് വിശ്രമിച്ചോളാൻ പറഞ്ഞിട്ട് ആദ്യം കർത്താവ് ചെയ്യുന്നത് അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ആത്മീയ ആവശ്യത്തെയാണ് കർത്താവ് ആദ്യം കാണുന്നത്. മനസ്സലിവുള്ള കർത്താവ് ആദ്യം കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെയാണ്. പിന്നീട് കർത്താവിന് നന്നായിട്ട് അറിയാം. കർത്താവ് 40 ദിവസം ഉപവസിച്ചിട്ടുള്ള കർത്താവിന് വിശപ്പ് എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് കർത്താവ് അവർക്ക് കൊടുത്തു. നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് മനസ്സലിവ് കാണിക്കാൻ സാധിക്കില്ല, കാരണം എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പത്രോസ് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, ഉള്ളത് തരുന്നു എന്നാണ് പറയുന്നത്. ആ ബാലൻ അത് കൊടുത്തു. ആ 5 അപ്പവും 2 മീനും കൊടുത്തു. കർത്താവിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കർത്താവല്ലല്ലോ എനിക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ വലിയൊരാളല്ലല്ലോ, എനിക്കുള്ളത് കൊടുത്താൽ മതി. കർത്താവിനെ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. വസ്തുതയിൽ എന്ത് വലിയൊരു അത്ഭുതമാണത്! ശാപമില്ലാത്ത, ശാപമുള്ള യവമായാലും മീനായാലും ഒക്കെ ഈ ശാപം കിട്ടിയ ഭൂമിയിൽ ഒക്കെ ഉണ്ടായതാണല്ലോ. കർത്താവ് അതിനെ പെരുപ്പിച്ചപ്പോൾ, അതെ ദൈവം അല്ലെ, സൃഷ്ടാവാണ്, താൻ സൃഷ്ടാവാണെന്നും കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെ, ഒരു ശാപവുമില്ലാത്ത അത്ഭുതകരമായിട്ട്. അത്ഭുതം എന്തെല്ലാം ഉണ്ട്! ഈ 20,000 ആളുകൾക്ക് കേൾക്കാൻ തക്കവിധം കർത്താവ് അവരോട് സംസാരിച്ചു എന്ന് പറയുന്നത്, ഈ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു കാലത്ത് എങ്ങനെയാണ് ഇത്രയും പേർക്ക് കേൾക്കാൻ സാധിച്ചു? കർത്താവ് ചെയ്യുന്നത് പലതും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒന്ന് നമുക്ക് ഓർക്കാം, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ശബ്ദമൊക്കെ കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവിന് അത് ഉപയോഗിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു തൻ്റെ മനസ്സലിവ് കൊണ്ട് കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാപിയായിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണുമ്പോൾ കർത്താവിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നവന് ഒരു ശിഷ്യനായി മാറുന്നതാണ് കർത്താവ് ചിന്തിക്കുന്നത്. രോഗിയെ കാണുമ്പോൾ അവൻ സൗഖ്യമുള്ളവനായിട്ട് മാറുന്നതാണ് കർത്താവിന്റെ മനസ്സിൽ. ആ ചിത്രമാണ് വരുന്നത്. ഒറ്റപ്പെട്ടവര്, അവഗണിക്കപ്പെട്ടവര്, ആരും ചേർത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ കർത്താവ് കാണുമ്പോൾ കർത്താവ് അവരെ എല്ലാവരുടെയും ബിലവഡായി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നതാണ് കർത്താവ്. അങ്ങനെയാണ് കർത്താവ് കാണുന്നത്. സാമാന്യ ജനം, പ്രയാസമുള്ളവർക്ക് സഹായം കൊടുക്കുമ്പോൾ സഹായം ലഭിച്ച ആളുകളായിരിക്കും അവരൊരു പക്ഷെ നമ്മളോട് നന്ദി ഉണ്ടാവും. പക്ഷെ കർത്താവ് സഹായത്തെക്കാൾ കൂടുതൽ അവർക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അതാണ് കർത്താവിന്റെ സാന്ത്വനത്തിനും മനസ്സലിവിനുമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലയ്ക്ക്
ആ കർത്താവിന്റെ മനസ്സ്, കർത്താവിന്റെ മനസ്സലിവ് ഉള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമോ? നമ്മളെ അതിനായിട്ട് വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ദയാതൽപരരായിട്ടിരിക്കുക, ഓടിച്ചെല്ലണം. കരയുന്നവരോടുകൂടി കരയണം. കരഞ്ഞാൽ മാത്രം പോരാ, അവരോട് സഹതപിക്കണം, അവരോട് മനസ്സലിവ് കാണിക്കണം. ഈ വൈക്കത്ത് ഒരു LIC ഏജന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിക്കാനായിട്ട് LIC ഏജന്റായിട്ട് ജോലി ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ താല്പര്യം മുഴുവൻ സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അവിശ്വാസിയാണ്. രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമായിരുന്നു. ഒരു ബസ്സിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു, എല്ലാവരും യാത്ര ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ഒരു വീടിന്, പഴയ കാലത്താണ്, അദ്ദേഹം മരിച്ചുകൊണ്ട് ഒരുപാട് പതിറ്റാണ്ടുകളായി. ഒരു വീട് തീ പിടിക്കുന്ന അദ്ദേഹം മാത്രം കണ്ടു, ഇറങ്ങി ഓടിച്ചെന്ന് അത് സഹായിച്ചു. അതുപോലെ ഒത്തിരി, അദ്ദേഹം നേരത്തെ മരിച്ചു പോവുകയും ചെയ്തു അദ്ദേഹം. ഇപ്പൊ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? കർത്താവ് ആ നല്ല ശമരിയക്കാരനെ കാണാൻ സാധിച്ചു, നന്നായിട്ട് നോക്കാൻ സാധിക്കുന്നു. ഇവിടെ മൂവാറ്റുപുഴ ഒരു സഹോദരനുണ്ട്. ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബർത്ത്ഡേക്ക് വേണ്ടി ലഡു വാങ്ങിക്കാൻ അദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തിരിച്ചെത്തുന്നില്ല. അപ്പൊ പോയ വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു, ഒരാളെ സഹായിക്കാനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. പ്രളയകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ആ വ്യക്തിയെ ആ നാട് ആദരിച്ചു, പ്രത്യേക അവാർഡൊക്കെ കൊടുത്തു. ഓടി ചെല്ലണം പ്രിയപ്പെട്ടവരെ. ആദ്യം നമ്മളിൽ കാണേണ്ടത് അത് ഈ സ്നേഹവും മനസ്സലിവുമാണ്. കൊലോസ്യ ലേഖനം 3:12 നമ്മൾ ധരിച്ചിരിക്കുന്ന, ആദ്യം കാണും, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ നീല നിറമുള്ള ഈ ഷർട്ട് കാണും. ആദ്യം കാണുന്നത് എന്താണ്? നമ്മൾ ധരിച്ചിരിക്കുന്നതാണ്. ഈ സ്നേഹം, മനസ്സലിവ്, കമ്പാഷൻ നമുക്ക് ധരിക്കാനായിട്ട് സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഈ സ്നേഹത്തിന്റെ പ്രവൃത്തി, ഈ മനസ്സലിവ്, ഇതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നേരത്തെ പറഞ്ഞല്ലോ, കുരിശ്. മറ്റേത് ലക്ഷ്യത്തോടെയാണെങ്കിലും അതിൽ പ്രയോജനമില്ല. ഈ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കി, ഈ കർത്താവിനെ അറിഞ്ഞ്, ഈ കർത്താവിനെ പോലെ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് അത് ചെയ്യേണ്ടത്. 1 യോഹന്നാൻ 3:17 മനസ്സലിവ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കാണുന്നത് ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ കാണുകയും അവന്റെ നേരെ ഹൃദയം കഠിനമാക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് മനസ്സലിവിന്റെ വിശദീകരണം ഇംഗ്ലീഷിൽ കാണുന്നത്. കണ്ണീര് കാണാൻ നമുക്ക് സാധിക്കണം. എലീശ സ്ത്രീയുടെ കണ്ണീര് കണ്ടു. പൗലോസ് കണ്ണീരോടെ ശുശ്രൂഷിച്ചു. ആദിമ സഭകൾ മുഴുവൻ അവരെത്ര വലിയ ശുശ്രൂഷയാണ് ചെയ്തത്. മനസ്സലിവിന്റെ ശുശ്രൂഷ അവർക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ. ദുർബലരെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. ഞങ്ങളുടെ സഭയിൽ പണ്ടൊരു മദ്യപനായിട്ടുള്ള ഒരു സഹോദരൻ വന്നു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് മദ്യപാനം മാറ്റാൻ കഴിയുന്നില്ല. ജോയ് സാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഓരോ മണിക്കൂർ കൂടുമ്പോൾ പ്രാർത്ഥിക്കുക, മദ്യപിക്കാനായിട്ട് തോന്നുമ്പോൾ ഫോണിൽ വിളിക്കുക, സാറിനെ വിളിക്കാം, മറ്റു സഹോദരന്മാരെ വിളിക്കാം. ആ സഹോദരൻ ഒരുപാട് സാറിനെ വിളിച്ചു. സാർ അപ്പോഴെല്ലാം സംസാരിച്ചു, പ്രാർത്ഥിച്ചു. വലിയ വ്യത്യാസം വന്നു, വലിയ വ്യത്യാസം വന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ മനസ്സലിവ് കാണിക്കാനുള്ള തടസ്സങ്ങൾ? നമുക്ക് തിരക്കാണ്. നമ്മൾ പലപ്പോഴും ആവശ്യത്തിലിരിക്കുന്ന ആളെ അവഗണിക്കുകയാണ്. നമുക്ക് പലപ്പോഴും അറിയാതെ സ്വാർത്ഥതയാണ്. എന്ത് കിട്ടും, എന്ത് ഗുണമുണ്ടാവും? വഴി കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസാവും, അതിന്റെ പുറകെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഭയമാണ്. ചെലവിനെ കുറിച്ചാണ് നമുക്ക് ഭയം. ഇന്നത്തെ ലോകത്തിൽ ധാരാളം മിച്ചമാണ്, സർപ്ലസ് ആണ്. വലിയ അപകടമാണെന്ന് പറയുന്നത്. സോദോം ഗൊമോരയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമൃദ്ധിയായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സലിവില്ലാതെ ആയി എന്നുള്ളതാണ്. ചില ആളുകൾക്ക് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് മനസ്സലിവ് ഉള്ളത്. എനിക്കറിയുന്ന അവിശ്വാസിയായിട്ട് ഒരു വീട്ടില് ഒരു പ്രായമായിട്ടുള്ള ആള് കാറ് കൊണ്ടുവരും. അപ്പൊ വീടിന്റെ മുറ്റത്ത് നിന്ന് തിരിക്കാൻ പ്രയാസമാണ്. ആ വീട്ടിലെ പിതാവ് മകനോട് പറഞ്ഞിരിക്കുകയാണ്, ഈ ആള് വന്ന എപ്പോഴും നീ കാറ് തിരിച്ചിട്ട് കൊടുത്തോളണം. നമ്മൾ ചിലപ്പം അതിൽ എത്ര ശ്രദ്ധിക്കുന്നു? നമ്മുടെ വീട്ടിലൊരു വാഹനം വന്ന് തിരിച്ചു പോകുമ്പോൾ, അവിടെ തിരിക്കുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധയോടെ, ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. പക്ഷെ അതിൽ പോലും അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളെ, മനസ്സിലുള്ള ആളുകളെ, അവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവര്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ തടസ്സമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ ഹൃദയം, ദൈവത്തോട് പറയുക, കർത്താവിന്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥനയിൽ ചോദിക്കുക. കർത്താവേ, മനസ്സലിവിന്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമുക്കുള്ള ജസ്റ്റ് പിറ്റി എന്ന് പറയുന്നത്, നമ്മൾ മുകളിലേക്ക്, അല്ലെങ്കിൽ മുകളിൽ നിന്നാണ് നോട്ടം, ദൂരെ നിന്നാണ് നോക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. ഈ മനസ്സലിവ് എന്ന് പറയുന്നത് തെറ്റിനെ അംഗീകരിക്കുന്ന ഒരു മൃദുലമായ സമീപനം അല്ല കേട്ടോ. കരച്ചിൽ മാത്രം.
കൊച്ചിനൊന്നും പറയരുത് കേട്ടോ. അത് മനസ്സലിവല്ല കേട്ടോ. അത് മനസ്സലിവായിരിക്കില്ല. മനുഷ്യനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ പറയുന്നത് മനസ്സലിവല്ല. ഹൃദയത്തിന്റെ നിർബന്ധമാണ് വരുന്നത്, ഒരു പ്രഷർ ഫ്രം വിതിൻ. കർത്താവ് അങ്ങനെയായിരുന്നു. അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവർ. ഒന്ന് ഓർത്തോളുക, മനസ്സലിവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനല്ല. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മനസ്സലിവ് കാണിക്കുക, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയരുത്. നമ്മളെ അതിനായിട്ട് വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ വിളിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരു പ്രാവശ്യം വല്ലപ്പോഴും സംഭവിക്കുന്നല്ല. അതൊരു ജീവിത ശൈലിയാണ്. മനസ്സലിവുള്ള ഹൃദയം എന്ന് പറയുന്ന ജീവിത ശൈലിയാണ്. അത് യേശുക്രിസ്തുവിന്റെ ജീവിതമാണ്. നമ്മൾ പറയല്ലോ, കർത്താവിന്റെ ജീവിതം ജീവിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. കാരണമില്ലാതെ സ്നേഹിക്കാം. തിരിച്ചടി അവഗണിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ മനസ്സലിവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രവർത്തിക്കാം പ്രിയപ്പെട്ടവരെ. മനസ്സലിവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ഭക്തൻ ഇങ്ങനെ ആഗ്രഹിച്ച് അന്വേഷിച്ച് പ്രാർത്ഥിച്ചു. അവസാനം അദ്ദേഹം ചെയ്തത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, നമുക്കൊക്കെ പ്രാർത്ഥന ഡയറി ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി, അല്ലെങ്കിൽ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രയർ ഡയറിയൊക്കെ സൂക്ഷിക്കുന്ന ആളുണ്ട്. പക്ഷേ ഈ മനസ്സലിവ് പ്രായോഗികമാക്കാൻ ആഗ്രഹിച്ച ഒരാൾ ചെയ്യുന്നത്, അദ്ദേഹം തിങ്കളാഴ്ച ദിവസങ്ങളിൽ, ഒന്നാമത്തെ ആഴ്ചവട്ടത്തെ അല്ലെ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം മറ്റുള്ളവരുടെ പ്രയാസങ്ങളും വേദനകളും ഫോണിൽ കേൾക്കും. രണ്ടാമത്തെ ദിവസം അവർക്ക് ഒരു പ്രോത്സാഹനത്തിന്റെ വാക്യം അയക്കും. മൂന്നാമത്തെ ദിവസം അവർക്ക് വേണ്ടി ഫോണിൽ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ സൗകര്യം കിട്ടിയില്ലയോ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. നാലാമത്തെ ദിവസം സ്വന്തം ജീവിതത്തിൽ മനസ്സലിവ് കുറവുള്ള മേഖലകളെ കുറിച്ച് പഠിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ മനസ്സലിവ് ആവശ്യമുള്ള ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് നാലാമത്തെ ദിവസം ചെയ്യുന്നത്. അഞ്ചാമത്തെ ദിവസം അദ്ദേഹം ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ചെറിയൊരു പണം കൊടുത്തിട്ടായാലും ആവശ്യത്തിലിരിക്കുന്നവരെ. ആറാമത്തെ ദിവസം അദ്ദേഹം സന്ദർശിക്കുകയാണ്. സമയം ചെലവഴിക്കണം, അവരോടൊപ്പം പ്രാർത്ഥിക്കണം, ചിലപ്പോൾ ചില കാര്യങ്ങൾ പങ്കുവെക്കണം. ഏഴാമത്തെ ദിവസം അദ്ദേഹം ചെയ്യുന്നത്, കർത്താവായ യേശുക്രിസ്തു മനസ്സലിവില് എന്തൊക്കെയാണ് ചെയ്തത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മനസ്സലിവിന്റെ പ്രവർത്തനങ്ങൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുക്കമാണ് അദ്ദേഹം ചെയ്യുന്നത്. ദൈവത്തിന്റെ കരുണ അനുഭവിച്ച നാം അത് നമ്മളെ മാറ്റണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ എല്ലാ മനസ്സലിവിന്റെ പ്രവർത്തനവും മറ്റു ലക്ഷ്യങ്ങളോടുകൂടി ആയിരിക്കരുത്. കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി കർത്താവിനെ പോലെ മനസ്സലിവുള്ളവരാകുവാൻ, കർത്താവിന്റെ ശിരസോളം വളരുവാൻ ഉള്ള ആഗ്രഹത്തോടെ. ഒന്നോർക്കുക പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇല്ലായ്മകളെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ആർക്കും ധൈര്യം തോന്നിക്കൂടെ പ്രിയപ്പെട്ടവരെ? എനിക്ക് മനസ്സലിവ് കാണിക്കാൻ ഞാൻ കർത്താവല്ല, എനിക്ക് ഒരുപാട് പണമില്ല, നമുക്ക് പറയാൻ അനുവാദമില്ല പ്രിയപ്പെട്ടവരെ. 5 അപ്പവും 2 മീനും പിന്നെ കർത്താവും കൂടെ അവിടെ ഉണ്ടായപ്പോൾ എന്തു വലിയൊരു സമൃദ്ധിയാണ് അവിടെ ഉണ്ടായത്. എൻ്റെ കൈയും എൻ്റെ കാലുകളും എൻ്റെ നാവും എൻ്റെ സമയവും എനിക്കുള്ള എൻ്റെ പ്രാപ്തി ഞാൻ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അനേകർക്ക് അത് പ്രയോജനമായി തീരും. നമുക്കതിന് സാധിക്കുമോ? 200 വെള്ളിക്കാശ്, ഒരു ചെറിയ ക്യാമ്പിന് 6 ലക്ഷം രൂപ, ഇതൊക്കെ എവിടെ നിന്നുണ്ടാവും? പറയണ്ട പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ഏൽപ്പിക്കാം, ദൈവത്തോട് പറയാം. എന്ത് അത്ഭുതമാണത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സൗരം പറയായിരുന്നു, രണ്ട് പ്രാവശ്യം ഫൈനാൻസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. നമുക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ദൈവം അത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, ഒരു കുഞ്ഞ് കഥയാണോ സംഭവമാണെന്ന് എനിക്ക് അറിയില്ല, പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഓർത്ത് എന്താണ് മനസ്സലിവ്? നമ്മൾ ഓർത്തു മനസ്സലിവിന്റെ ഉറവിടം ദൈവമാണെന്ന് ഓർത്തു. അതിന്റെ ഏറ്റവും വലിയ മാതൃക കർത്താവാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മളെ വിളിച്ചിരിക്കുന്നത് മനസ്സലിവിനാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സലിവ് കാണിക്കാമെന്നുള്ളതല്ല, നമുക്കുള്ള വിളിയാണ്, ഉത്തരവാദിത്തമാണ്. നമുക്ക് ഓർക്കാം, ഇംഗ്ലണ്ടിലെ അതിശൈത്യം ഏറിയ ആ ഒരു സീസണിലെ ഒരു രാത്രിയിൽ വലിയ സമ്പന്നനായിട്ടുള്ള ധനാഢ്യനായിട്ടുള്ള ആൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു കടത്തിണ്ണയിൽ എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ട് ശ്രദ്ധിച്ചു. അദ്ദേഹം വീണ്ടും നോക്കിയപ്പോൾ അതൊരു കുട്ടിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം അടുത്ത് ചെന്ന് തണുപ്പത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന ആ കുട്ടിയെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. വാരിപ്പുണർന്ന ആ കുട്ടിയെ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ കിടത്തി, ഹീറ്റൊക്കെ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ പുതപ്പിച്ച് കിടത്തി. രാവിലെ ആ കുട്ടിയെ ഉണർത്തി ബെഡ് കോഫി കൊടുത്തു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, അങ്കിൾ,
അങ്കിൾ ആർ യു ജീസസ്, അങ്കിളെ അങ്കിളാണോ യേശു എന്ന് ചോദിച്ചു. മനസ്സലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയയുടെയും കരുണയുടെയും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ നമ്മോട് യേശുവാണോ എന്ന് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ആരാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ വിശ്വാസം, അവരന്വേഷിക്കുമ്പോൾ നാം വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അവരറിയാനിടയാകും. പ്രിയപ്പെട്ടവർ, അപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവും. നമുക്ക് പ്രകാശമായി, ഭൂമിക്കുപ്പായി, അതെ, ലോകത്തിന് വെളിച്ചമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എന്താണ് മനസ്സലിവ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ മനസ്സലിവിൻ്റെ ഉറവിടം എന്താണെന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുമാത്രമല്ല, മനസ്സലിവിൻ്റെ ഏറ്റവും മികച്ച മാതൃക കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ നാം ഓരോരുത്തരും ഈ മനസ്സലിവ് കാണിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾക്ക് പല സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലൂടെ കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മുന്നിൽ മനസ്സലിവ് കാണിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്? അതിൻ്റെ ഒരു തടസ്സമായിട്ട് മാത്യുക്കൾ പറഞ്ഞൊരു കാര്യം പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയാണ്. നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് വളരെ സ്വാർത്ഥത നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്. മേജർ സർജറിയും മൈനർ സർജറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ അടുത്ത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഉള്ളത് മേജർ സർജറി, ബാക്കിയെല്ലാം മൈനർ സർജറി. അതാണ് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഒരു മനോഭാവം എന്നുള്ളത്. വളരെ സ്വാർത്ഥത നിറഞ്ഞതായിരിക്കുന്ന, അവരവരുടെ കുടുംബത്തെയും അല്ലെങ്കിൽ അവരവരുടെ ഒരു ചെറിയ കൂട്ടമായിട്ട് ഒതുങ്ങിക്കൂടുന്നതായിരിക്കുന്ന, സ്വാർത്ഥത നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ മനസ്സലിവ് കാണിക്കുന്നതിനായിട്ടാണ് നമ്മെ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാത്യുക്കൾ അവസാനം പറഞ്ഞ ആ കഥയെക്കുറിച്ച് അതേ രീതിയിലുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞത്, അപ്പോൾ ഈ വ്യക്തിയോട് ആ മകൻ ചോദിച്ചു, അങ്കിൾ ആർ യു ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ യേശു ക്രിസ്തു ആണോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തു അല്ല, പക്ഷെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറിയ കുഞ്ഞ് തിരിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു അല്ലെങ്കിലും യേശു ക്രിസ്തുവായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് ആ കുഞ്ഞ് പറഞ്ഞതായിട്ട് അങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. നമ്മളെക്കുറിച്ചൊക്കെ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ എന്താണ് നമ്മളെക്കുറിച്ച് പറയുക? നമ്മളെ കുറിച്ച് അറിയപ്പെടുന്നത് എന്താണ്? മനസ്സലിവുള്ളതായിരിക്കുന്ന, വളരെ കരുണ നിറഞ്ഞതായിരിക്കുന്ന, വളരെ സ്നേഹം നിറഞ്ഞതായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മെ പൊതുവെ നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മെ അങ്ങനെ ആണോ ആൾക്കാർ കാണുന്നത്? അതോ ആരോടും ഇടപെടാതെ വളരെ മുരടനായിട്ട് നടക്കുന്ന വ്യക്തിയായിട്ടാണോ നമ്മെ ഓരോരുത്തരും കാണുന്നത്? കർത്താവിനെ നമ്മൾക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബില്ലി ഗ്രഹാം ഇപ്രകാരം പറയുകയുണ്ടായി, നാം ഇന്ന് ആയിരിക്കുന്ന ഈ ലോകം മനസ്സലിവിനായിട്ട് വിശന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിന് മനസ്സലിവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള ശക്തി നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ആശയത്തെക്കുറിച്ച് കുറേ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പങ്കുവച്ച് നൽകിയ മാത്യു തോമസ് അങ്കിൾക്ക് പ്രത്യേകം നന്ദി.